എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ കൈഡോടെ മകള് അവളാണെങ്കിൽ കാസ്റ്റിലൂടെ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടുകയാണ്. അവളാണെങ്കിൽ അവളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാനാണ് സാക്ഷാൽ ഓടൻ. ഓടന്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ എന്നിലൂടെ നിറവേറ്റും. മൊമൻഡോസ്കിക്ക് ഈ ഒരു വാനോ കിൻഡം തിരികെ പിടിക്കും. മൊമൻഡോസ്കി എന്ത് വില കൊടുത്തും ഈ ഒരു ഐലാൻഡ് അത് ഫ്ലവർ ക്യാപിറ്റലിന്റെ മുകളിൽ വീഴാതെ പുഷ് ചെയ്യും, അതെനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ തന്നെ സമാധാനിപ്പിച്ച് ഇപ്പോ ആ വെപ്പൻസ് ഒക്കെ വെച്ചിരിക്കുന്ന റൂം ലക്ഷ്യമാക്കി പോവാണ്. അതാണെങ്കിൽ ബേസ്മെന്റിനും താഴെയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെടിമരുന്നുകൾ, വെപ്പൻസുകൾ, അങ്ങനെ ഒരുപാട് എക്സ്പ്ലോഡ് ആവുന്ന സാധനങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം അതെല്ലാം തന്നെ എടുത്ത് പുറത്തേക്ക് കളയണം, അല്ലെങ്കിൽ അത് ഫ്ലവർ ക്യാപിറ്റലിൽ ചെന്ന് വീണ് ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും തകരുമെന്നൊക്കെ പറഞ്ഞ് അവൾ മുൻപോട്ടേക്ക് ഓടി വരുമ്പോഴായിരിക്കും കൈഡോയുടെ അസിസ്റ്റൻസ് അവരെ കാണുക. അവളെ കാണുക, യമട്ടോ നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? നിന്നെ കൈഡോ ഒരുപാട് സമയമായി അന്വേഷിക്കുന്നു. നീ എവിടെയെങ്കിലും സേഫ് ആയിട്ട് പോയി ഒളിച്ചിരിക്കണം. നിന്നെ ഞങ്ങൾ സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറയും. അത് കേട്ട് കലിയിളക്കി അവളാണെങ്കിൽ ആ വില്ലന്മാരെ എല്ലാവരെയും തല്ലി ചതച്ച് അവിടുന്ന് മുൻപോട്ടേക്ക് പോകും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ മൊമൻഡോസ്കി അവനാണെങ്കിൽ ഒരുപാട് സമയമായി കൈഡോ ക്രിയേറ്റ് ചെയ്തതിനെ കഴിഞ്ഞും കൂടുതൽ ഫോഴ്സിൽ ആ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാൻ വെച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ഒരു ലെവലിന് മുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ അവൻ തോൽവി സമ്മതിക്കാതെ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് യൂസ്റ്റസ് കിഡും ലോയും അവർ രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് ബിഗ് മോമുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ അവളുടെ സൺ പവറിന് ഉപയോഗിച്ച് ഇപ്പൊ യൂസ്റ്റസ് കിഡിനെ അറ്റാക്ക് ചെയ്യും. ആ ഗ്യാപ്പിൽ ലോ അവനവന്റെ സ്ക്വാഡുമായി ബിഗ് മോമിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അത് കണ്ട ക്ലൗഡ് ഗേള് അവളാണെങ്കിൽ ഇപ്പൊ ലോയെ തട്ടിത്തെറിപ്പിച്ച് അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. യൂസ്റ്റസ് കിഡിനും ലോയ്ക്കും അവർക്ക് രണ്ടുപേർക്കും ഇപ്പോ സൺ പവറും ക്ലൗഡ് ഗേളും വലിയൊരു തലവേദന തന്നെയാണ്. യൂസ്റ്റസ് കിഡ് ലോയെ നോക്കും, എനിക്ക് നന്നായിട്ട് അറിയാം ഇതല്ല നിന്റെ പ്രധാനപ്പെട്ട പവർ എന്ന്. നീ മെയിൻ പവർ അതിപ്പോഴും പുറത്തെടുത്തിട്ടില്ല. മെയിൻ പവർ ഉപയോഗിച്ച് മാത്രമേ നിനക്ക് കൈഡോയെ തകർക്കാൻ കഴിയൂ. സോ നീ അത് ഇപ്പോഴും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? അതിന് ലോ പറയും, അതെ, അത് എൻ്റെ ലാസ്റ്റ് അറ്റാക്കാണ്. ഉടനെ യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ലോയോട് പറയും, ഞാനൊരു മെയിൻ അറ്റാക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നീ എനിക്ക് തീർച്ചയായിട്ടും ബാക്കപ്പ് ആയിട്ട് നിൽക്കണം. അതിന് ലോ ഓക്കെ പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ഒരുപാട് മെറ്റൽസ് അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് വലിയൊരു വെപ്പൺ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് ബിഗ് മോം അവൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. അവൾ സിമ്പിളായിട്ട് അവളുടെ സൺ പവറിനോട് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒറോച്ചി അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ സാമുറായി ടീമും അതുപോലെ തന്നെ കൈഡോയുടെ ടീമും അവർ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാണ്. രണ്ട് ടീമും ഫൈറ്റ് ചെയ്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി. അവർക്ക് രണ്ടുപേർക്കും ഇവിടെ ഭരിക്കാനായിട്ട് കഴിയില്ല എന്നും വാനോ കിൻഡം അത് അവന്റെ തന്നെ കൈകളിലേക്ക് തിരികെ എത്തുമെന്നാണ് അവന്റെ ആഗ്രഹം. അതിനു മുൻപായിട്ട് ഈ ഓർഗഷിമ അതെനിക്ക് നശിപ്പിക്കണമെന്ന് പറഞ്ഞ് അവനിപ്പോൾ വന്നിരിക്കുന്നത് വെപ്പൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടർഗ്രൗണ്ടിലാണ്. അവൻ കാഞ്ചറോ ക്രിയേറ്റ് ചെയ്ത ആ ജയന്റിനോട് അവിടേക്ക് കടന്നു വരാനായിട്ട് പറയും. അതിനുശേഷം അവർ റൂമിലുള്ള വെപ്പൻസും വെടിമരുന്നുകളും എല്ലാം തന്നെ തീ കൊളുത്താനായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കാഞ്ചറോട് ആ ഡ്രോയിങ്സ് അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഒറോച്ചി ആണെങ്കിൽ ഇപ്പൊ ഫുക്കറ കോച്ചിയെ വിളിക്കാനായിട്ട് തുടങ്ങും. ഫുക്കറ കോച്ചി എത്രയും വേഗം നീ എൻ്റെ അടുത്തേക്ക് വായോ, ഇവിടെ മുഴുവൻ പൊട്ടിത്തെറിക്കാൻ പോവാണ്. നിഞ്ച പവർ ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് ക്യാപിറ്റലിലേക്ക് പോകണമെന്ന് പറയും. പക്ഷെ ഫുക്കറ കോച്ചി ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ റൈസോയോ ആയിട്ട് ഒരുപാട് സമയമായി പൊരിഞ്ഞ പോരാട്ടം. കട്ട് ചെയ്ത ഇവിടെ ബിഗ് മോം അവളാണെങ്കിൽ യൂസ്റ്റസ് കിഡ് ക്രിയേറ്റ് ചെയ്ത ആ വെപ്പന്റെ നേർക്ക് അവളുടെ ജയന്റ് സ്ക്വാഡ് ഉപയോഗിച്ച് ആഞ്ഞൊരു വെട്ട്. ആ ഒരു വെപ്പൻസ് മുഴുവനായിട്ട് തകർന്ന് അവന്റെ ബോഡിയിൽ വലിയ രീതിയിൽ പരുക്ക് പറ്റുകയാണ്. അവളുടെ ആ സ്ക്വാഡിന്റെ പവറിൽ അവിടെ വലിയൊരു വിള്ളൽ തന്നെ ക്രിയേറ്റ് ആവുകയാണ്. കൈഡോയുടെ മകളാണെങ്കിൽ അതുകൊണ്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. ഇവിടെ താഴെ വീണ യൂസ്റ്റസ് കിഡിനെ അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് ബിഗ് മോം അടുത്തേക്ക് വരും. ആ ഗ്യാപ്പിൽ യൂസ്റ്റസ് കിഡ് പറഞ്ഞ കാര്യം ലോ ഓർക്കും. അവനോട് ബാക്കപ്പ് ആയിട്ട് ഇരിക്കാനാണ് യൂസ്റ്റസ് കിഡ് ആവശ്യപ്പെട്ടത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയല്ലോ അവൻ അങ്ങനെ പറന്നു വന്ന് ഇപ്പോ ബിഗ് മോമിന്റെ കഴുത്തിൽ തന്നെ അവന്റെ സ്ക്വാഡ് കുത്തിയിറക്കും. ലോയുടെ അറ്റാക്കിൽ ഷോക്ക് വേവ്സ് അവളുടെ ബോഡിയിൽ സ്പ്രെഡായി അവൾ ക്രിയേറ്റ് ചെയ്തിരുന്ന സൺ പവറും ക്ലൗഡ് ഗേളും അവറ്റകളുടെ രണ്ടിന്റെ ഫ്യൂസ് അടിച്ചുപോയി താഴേക്ക് പോകും. ആ ഗ്യാപ്പിൽ യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അവന്റെ മാഗ്നറ്റിക് പവർ മുഴുവനായിട്ട് അവളുടെ ബോഡിയിലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന വെപ്പൻസ്, ദണ്ടുകള്, കമ്പികള്, അങ്ങനെ എല്ലാം തന്നെ ഇപ്പൊ ബിഗ് മോമിന്റെ ദേഹത്തേക്ക് കുത്തി അങ്ങോട്ട് കയറും. അവൾ വേദനയാൽ നിലവിളിക്കും. കട്ട് ചെയ്ത ചുറ്റുമുള്ളവരെല്ലാവരും വണ്ടറടിച്ച് ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അത്രയും പവർഫുള്ളായ ബിഗ് മോമിനെ
ലോയും യൂസ്റ്റസ് കിട്ടും അവർ രണ്ടുപേരും കമ്പൈനായിട്ട് അറ്റാക്ക് ചെയ്ത് ഇപ്പോൾ ഒരു വഴിയാക്കിയിരിക്കുകയാണ്. ബിഗ് മോമിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ പേടിച്ച് ദൂരേക്ക് മാറും. ബിഗ് മോമിനെ കൊണ്ടുപോലും തോൽപ്പിക്കാൻ കഴിയാത്ത ഈ രണ്ടുപേരെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. കൈഡോയുടെ മകൾക്കാണെങ്കിൽ അത് കണ്ട് കുറച്ച് സന്തോഷമാവും. ഇവിടെ ആൾക്കാരും സാമുറായിസും അവരങ്ങനെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. അതേസമയം ഇവിടെ ലോ ആണെങ്കിൽ യൂസ്റ്റസ് കിഡിനോട് പറയും, സത്യത്തിൽ ഇതിന്റെ മാഗ്നറ്റിക് പവർ അതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനവൻ പറയും, എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ മാഗ്നറ്റിക് പവർ അത് മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുന്നത്. ഇതാദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അത് കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് സംഭവിച്ചു എന്ന് പറയും. ലോ ആണെങ്കിൽ എത്ര ടൈം ഡ്യൂറേഷൻ അത് യൂസ് ചെയ്യാൻ കഴിയും ചോദിക്കും. അതിന് അവൻ പറയും, ഞാൻ ഒരിക്കലും അത് പറയില്ല. അതെൻ്റെ ലിമിറ്റേഷനാണ്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എന്നെ തോൽപ്പിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. അവളുടെ ദേഹത്തേക്ക് വീണ ആ പില്ലേഴ്സ് അതൊന്നൊന്നായി ഇപ്പം മുകളിലേക്ക് തെറിക്കുകയാണ്. ചുറ്റും ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാവും ബിഗ് മോം അവൾ വീണ്ടും തിരികെ വരികയാണെന്ന്. അത്രയും വലിയ അറ്റാക്ക് ചെയ്തിട്ടും അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ ടെററായി ആ പില്ലേഴ്സ് എല്ലാം തെറിപ്പിച്ച് അങ്ങനെ ഹായായിട്ട് എഴുന്നേറ്റ് വരികയാണ്. യൂസ്റ്റസ് കിഡും ലോയും അവരാദ്യം പരസ്പരം നോക്കി ചിരിക്കും. നമ്മളുടെ അറ്റാക്ക് അത് ചീറ്റിപ്പോയി. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ഇപ്പൊ ലോയോട് ദേഷ്യപ്പെടും. നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ എൻ്റെ ബാക്കപ്പായി നിൽക്കണമെന്ന്. നീ ഒരൊറ്റ അറ്റാക്കിൽ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അവരൊന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അതേസമയം ബിഗ് മോം അവൾ ടെററായിട്ട് വിളിച്ച് ചോദിക്കും, ലൈഫ് ഓർ ഡെത്ത്. അതിനോപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ റെഡ് ബീൻ സൂപ്പ് എന്നായിരിക്കും മറുപടി പറയാ. അവൾക്കാണെങ്കിൽ അത് വലിയ അപമാനമായി തീരും. ചുറ്റും ഉണ്ടായിരുന്ന വില്ലന്മാരെല്ലാവരും ഷോക്കായി ബിഗ് മോമിനെ തന്നെ നോക്കും. ആ വില്ലന്മാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഉണ്ടായിരുന്ന റെഡ് ബീൻ സൂപ്പ് അത് നമ്മുടെ ആൾക്കാരുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞും പരസ്പരം ദേഹത്തേക്ക് ഒഴിച്ചു കളിച്ചും ഫ്ലോറിൽ ഒഴുക്കിയും ഒക്കെ തന്നെ അവർ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ അവൾക്ക് റെഡ് ബീൻ സൂപ്പ് കൊടുത്തിട്ടില്ല എങ്കിൽ അവൾ അവരെ എല്ലാവരെയും നശിപ്പിക്കും എന്നവർക്ക് ഉറപ്പാവും. അവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവളാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ലൈഫ് അത് അബ്സോർബ് ചെയ്തെടുത്ത് അവളെ തന്നെ ജയൻ്റാക്കി മാറ്റും. മാത്രമല്ല കാറ്റ് പോയ അവളുടെ സൺ പവറിനും ക്ലൗഡ് ഗേളിനും എല്ലാവർക്കും ഇപ്പൊ വീണ്ടും ലൈഫ് കൊടുക്കുകയാണ്. അവൾ പഴയതിനെ കഴിഞ്ഞും ബീബിൾസുമായി ടെററായിട്ട് അങ്ങനെ കടന്നു വരികയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ വലിയൊരു ഷോക്ക്. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അപ്പോഴും ക്യാഷ്വലായിട്ട് പറയും, കുഴപ്പമില്ല, അവൾ ഇനിയും വലുതാവട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്ത് അവളെ തകർക്കാന്ന് പറയും. ലോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഞങ്ങൾ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ബിഗ് മോമിനെ തകർക്കാനായിട്ട് കഴിയില്ല. ഇനി അടിച്ചു പറത്തണോ അതോ അവളെ തല്ലിക്കൊല്ലണോ വെട്ടി വീഴ്ത്തണോ, ഏത് മെത്തേഡിൽ അവളെ തോൽപ്പിക്കാൻ കഴിയും? ബിഗ് മോം നമ്മൾ കരുതുന്നതിലും വളരെ പവർഫുൾ ആണ്. എംപററിന്റെ പവർ എന്താണെന്ന് അത് ബിഗ് മോം കാണിച്ചു എന്ന് പറഞ്ഞ് അവൻ അത്ഭുതത്തോടു കൂടെ ബിഗ് മോമിനെ തന്നെ നോക്കും. ആ ഗ്യാപ്പിൽ നമ്മുടെ കൈഡോടെ മകള് അവളാണെങ്കിൽ ബേസ്മെന്റ് നോക്കി ഇപ്പൊ ഉഷാറായിട്ട് ഓടും. എത്രയും വേഗം ആ വെപ്പൻസും വെടിമരുന്നുകളും അത് നശിപ്പിച്ചു കളയുക എന്നതാണ് അവളുടെ ലക്ഷ്യം. അവൾ അല്പസമയം ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടി ആ ബേസ്മെന്റിന്റെ ഡോറ് അതങ്ങനെ തല്ലി തുറന്ന് അകത്തേക്ക് പോവാണ്. അതേസമയം ബിഗ് മോം അവൾ ടെററായിട്ട് പറയും, നീണ്ട 10 വർഷത്തിനിടയിൽ എനിക്ക് ഇത്രയും ബാഡായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ സ്ഥലത്തേക്ക് വന്ന് എന്നെ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെട്ടവനാണ് ലൂഫി. അവനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പക. അവനോടൊപ്പം തന്നെ ഇപ്പൊ യൂസ്റ്റസ് കിഡ്, ലോ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ചേർത്ത് വെക്കുകയാണ്. നിങ്ങളെ 3 പേരെ നശിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. യൂസ്റ്റസ് കിഡും ലോയും അവർ രണ്ടുപേരും അടിച്ചു പറയും, നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, മരിക്കുന്നതിന് മുൻപായിട്ട് ഈ ബിഗ് മോമിനെ അവളെ മുഴുവനായിട്ട് നോക്ക് ഡൗൺ ചെയ്യണം. ഇനി ഇവര് ബാക്ക് ടു നോർമലായി മാറാൻ പാടില്ല. അത് കേട്ട് ബിഗ് മോം അവളാണെങ്കിൽ ഡബിൾ ടെററായി അവരുടെ അടുത്തേക്ക് കടന്നു വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.